ഒരു കാട് താണ്ടി വേണമല്ലോ പട്ടണത്തിലെത്താൻ. കുഴപ്പമൊന്നുമില്ല, എന്നാൽ മതിയായിരുന്നു. ഏയ് സുഹൃത്തേ, ഞാൻ അയൽഗ്രാമത്തിൽ നിന്നാണ്. എൻ്റെ പേര് രംഗൻ. സന്തോഷം ചങ്ങാതിമാരെ. 3 പേർ ഒരുമിച്ച് പോകുന്നത് ശുഭകരമാണ്. കള്ളന്മാരെയും മറ്റും പേടിക്കണ്ടല്ലോ. നിങ്ങളെ കൂട്ടിന് കിട്ടിയത് നന്നായി. ദേ അങ്ങോട്ട് നോക്കൂ, എന്താണ് അവിടെ? ഇത് ആരിൽ നിന്നെങ്കിലും വീണുപോയതാണോ? ഏതായാലും ഇവ നമുക്ക് പങ്കിട്ടെടുക്കാം. അത് വേണോ? ഇതുകൊണ്ട് എന്തെങ്കിലും പുലിവാലും ഉണ്ടായാലോ? എന്ത് പുലിവാലാണ് സുഹൃത്തേ, ഇത് ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ നിധിയാണ്. എങ്കിലും ഇവ തുറന്ന് നമുക്ക് പങ്കിട്ട് തുല്യമായി എടുക്കാം. അങ്ങനെ വേണമെന്നില്ല. 3 സഞ്ചികളിലും 3 പേർക്കായി സ്വന്തമാക്കാം. എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. ഈ തുകൽ സഞ്ചി രാമുവിനിരിക്കട്ടെ, ഈ പുള്ളി സഞ്ചി എനിക്കും. എങ്കിൽ മുഷിന്റെ ഈ സഞ്ചി മതി എനിക്ക്. പുള്ളി സഞ്ചിയിൽ സ്വർണ്ണ നാണയം തന്നെയായിരിക്കും. ശരിയാണ്. അതിനെന്താ? മരമണ്ടൻ, ഇനി നമുക്ക് മറ്റു വഴിയിലൂടെ പോകാം. എന്റെ പടച്ചോനെ, എന്താണ് ഈ കാണുന്നത്? ആരാണ് എന്റെ ചങ്ങാതിമാരോട് ഈ ദ്രോഹം ചെയ്തത്? അയ്യോ വേണ്ട, എന്നെ ഒന്നും ചെയ്യരുതേ. ഈ സഞ്ചികളിൽ എന്നതുപോലെ ഈ സഞ്ചിയിൽ എന്തായിരിക്കും? സ്വർണ്ണക്കട്ടികൾ. എന്റെ സുഹൃത്തുക്കളുടെ അതിമോഹമാണ് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയത്. കഷ്ടം. എല്ലാം ദൈവവിധി എന്ന് കരുതി ആശ്വസിക്കാം, അല്ലാതെ എന്തു ചെയ്യും?